ഇപ്പൊ കുറെ എണ്ണം വന്ന് പറയും നിനക്ക് ലൈംഗിക ദരിദ്രല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്, പുരോഗമനവാദി അല്ല എന്നൊക്കെ. ഇവർക്ക് കാണിക്കാൻ വെച്ചാൽ പറയുന്നതിന് ഒരു തെറ്റില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പൂജിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്, മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സീൻ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവുക. കുറെ പേര് കാണണം, ഈ സിനിമ ഒരു ചർച്ചയാവണം. എ റേറ്റഡ് പടമാണ്. അതുകൊണ്ട് തന്നെ ഇത് വീട്ടുകാരായിട്ട് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടില്ലാത്തവരെല്ലാരും വിളിച്ചിരുത്തി കാണിക്കുക, ബുദ്ധിമുട്ടുള്ളവരെ ഒറ്റയ്ക്ക് കാണുക. അത് കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക തന്നെ എനിക്ക് പറയാം. കുസൃതിയുടെയും ദിവ്യപ്രഭയുടെയും 2024 ഇറങ്ങിയ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ മൂവി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒബാമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണെന്നൊക്കെ പറയുന്നത് സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല. ഒബാമയ്ക്ക് ഇഷ്ടമായോ, മോദിക്ക് ഇഷ്ടമായോ, ട്രംപിന് ഇഷ്ടമായോ, പുട്ടിന് ഇഷ്ടമായോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു പടം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വുമൺ ആൻഡ് വുമൻസ് ഫീലിങ്സ് അങ്ങനെ എത്ര പടങ്ങളുടെ കണ്ട് മടുത്ത്. മുംബൈ പോവാത്തവരെ മുംബൈത്തെ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം മുംബൈത്തെ മാർക്കറ്റ് ഒരു 10 മിനിറ്റ് വൃത്തിക്ക് കാണിക്കുന്നുണ്ട്. സാധനം മേടിക്കാൻ പോണവർക്കൊക്കെ എളുപ്പമായില്ലേ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഒരു 10 മിനിറ്റ് വൃത്തിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഈ കനിക്കുസൃതി, ഈ സാരി തിരുമ്പണതും, അതേപോലെ തന്നെ ദിവ്യപ്രഭ ഏതോരത്തിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത്? കനിക്കുസൃതി സാരി തിരുമാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റിൽ കാർബൺ വന്നിട്ട് കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകും, ഫ്ലഡ് ഉണ്ടാവുന്നോ. അത് നമ്മൾ PhD എടുക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അഗെയിൻ ദിസ് സിനിമ ഈസ് എ റേറ്റഡ് ആണ്. കനിക്കുസൃതി ആൻഡ് എ റേറ്റഡ് മൂവീസ് ദ അൺടോൾഡ് ലവ് സ്റ്റോറി എന്നായിരുന്നു ശരിക്കും ഈ സിനിമയ്ക്ക് ഇടുന്ന പേര്. ഒരു സിനിമയ്ക്ക് സെക്ഷൽ സീൻസ് അല്ലെങ്കിൽ എന്തോരം വെച്ചാൽ ന്യൂഡിറ്റി പറയുന്ന സാധനം സിനിമ ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ വേണം. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവ്യപ്രഭ ഡ്രസ്സ് മാറുന്ന ഒരു സീൻ ഉണ്ട്. അത് കനിക്കുസൃതി പോലും നോക്കി നിൽക്കുന്നില്ല, തിരിഞ്ഞാ നിൽക്കണം. പിന്നെ നാട്ടുകാരെ വിളിച്ച് കാണിക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോ ഇപ്പൊ കുറെ എണ്ണം വന്ന് പറയും നിനക്ക് ലൈംഗിക ദരിദ്രല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്, പുരോഗമനവാദി അല്ല എന്നൊക്കെ. ഇവർക്ക് കാണിക്കാൻ വെച്ചാൽ പറയുന്നതിന് ഒരു തെറ്റില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പൂജിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്, മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സീൻ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവുക. കുറെ പേര് കാണണം, ഈ സിനിമ ഒരു ചർച്ചയാവണം. എ റേറ്റഡ് പടമാണ്. അതുകൊണ്ട് തന്നെ ഇത് വീട്ടുകാരായിട്ട് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടില്ലാത്തവരെല്ലാരും വിളിച്ചിരുത്തി കാണിക്കുക, ബുദ്ധിമുട്ടുള്ളവരെ ഒറ്റയ്ക്ക് കാണുക. അത് കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമയിൽ എനിക്ക് വലിയ ഈ ഫിലോസഫിക്കൽ ആയിട്ട് എന്തൊക്കെയാ പറയണ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ചിലവർ ഈ മറ്റേ ഡിഗ് ചെയ്ത് പോയിട്ട് ഓരോ അർത്ഥവും വ്യാകരണം കണ്ടുപിടിക്കുന്നവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും, എനിക്കറിയില്ല. ഇവര് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വുമൺ സെൻട്രിക് മൂവീസ് അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇറക്കേണ്ട സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ സമന്ത ചെയ്യുന്ന പോലെ സിറ്റാഡൽ അങ്ങനത്തെ ആക്ഷൻ സീരീസ് ഇറക്ക്, നമ്മൾ ഇരുന്ന് കാണാം. അല്ലെങ്കിൽ മഹാരാജയ്ക്ക് പകരം മഹാറാണി പറഞ്ഞ സിനിമ ഇറക്ക്, നമ്മൾ ഇരുന്ന് കാണാം. റങ്കണ്ണന് പകരം റങ്കണ്ണി പറഞ്ഞിട്ട് സിനിമ ഇറക്ക്, നമ്മൾ ഇരുന്ന് കാണാം. അല്ലെങ്കിൽ 35 ചിന്നക്കഥ കാതു പറഞ്ഞിട്ട് ഈ നിവേദ തോമസ് ഇറക്കിയ പോലത്തെ സിനിമയിലെ സരസ്വതി പറഞ്ഞ ക്യാരക്ടർ പോലത്തെ ക്യാരക്ടർ ഇറക്ക്, നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുക. അല്ലാതെ ഗേൾസ് വിൽ ബി ഗേൾസ് പറഞ്ഞിട്ട് വുമന്റെ സെക്ഷൽ ഫീലിങ്സ് പറയാൻ വേണ്ടിട്ട് ഒരു 100 പടം, ഹർ പറഞ്ഞിട്ട് ഒരു 5-6 പടങ്ങൾ ഇറക്കിയിട്ട് അതിൽ വുമന്റെ സെക്ഷൽ ഫീലിങ്സ് പറയേണ്ട ഒരു പടം. എല്ലാത്തിലും ഇവർക്ക് പറയാനുള്ള കുറെ ലെസ്ബിയന്റെ കാര്യം പറയാനുണ്ടാവും, അല്ലെങ്കിൽ കുറെ സെക്ഷൽ ഫീലിങ്സ് പറയുന്ന സാധനം പറയാനുണ്ടാവും. കണ്ട് മടുത്തടെ ഇങ്ങനത്തെ പടങ്ങള്.